ഇന്നത്തെ സുവിശേഷം മക്കബായർ 3-ാം അധ്യായം. ദേവാലയത്തിനു സംരക്ഷണം. പ്രധാന പുരോഹിതൻ ഓനിയാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂനമായി നിലനിന്നു. നിയമങ്ങൾ നന്നായി പാലിക്കപ്പെട്ടു. അന്ന് രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്ത് ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഏഷ്യയിലെ രാജാവായ സെല്യൂക്കസ് പോലും ബലിയർപ്പണത്തിനാവശ്യമായ തുക സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു. എന്നാൽ ബെഞ്ചമിൻ ഗോത്രജ്ഞനായ ശിമയോൻ ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഓനിയാസുമായി ഇടഞ്ഞു. ഓനിയാസ് വഴങ്ങാഞ്ഞതിനാൽ ശിമയോൻ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപതിയും താർസൂസ്കാരനുമായ അപ്പോളോണിയോസിനെ സമീപിച്ചു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി.